ഹായ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടു, നമ്മുടെ മാർക്കറ്റിൽ ഒരു സീവിയർ സെൽ ഓഫ് ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഒരു 200 പോയിന്റിലേറെ ഇടിഞ്ഞു. നമ്മൾ കണ്ടു സെൻസെക്സും 500 പോയിന്റിലേറെ ഇടിഞ്ഞു. പ്രധാന കാരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഡോ ഫ്യൂച്ചർ -200 ഉണ്ടായിരുന്നത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഏഷ്യൻ മാർക്കറ്റിലും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിൽ ഓപ്പൺ ചെയ്തു. ഈ 200 പോയിൻ്റ് ഫോളായ ഡോ ഫ്യൂച്ചർ തിരിച്ചു കയറിയെന്ന് മാത്രമല്ല, നാസ്ഡാക്ക് അവിടുത്തെ IT കമ്പനീസ് അവരുടെ ഏറ്റവും മികച്ച റാലിയിലൊന്ന് ആയ ഒരു ദിവസമായിട്ട് ഇന്നലെ മാറി എന്നുള്ളതാണ് വളരെ വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യം. അതായത് ഇന്നലെ മാർക്കറ്റ് ഫർദറായിട്ട് ഇടിയുമെന്ന് കരുതി നേക്കഡ് പുട്ടൊക്കെ ഹോൾഡ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഇന്ന് അത്ര നല്ല ദിവസമായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി യെസ്റ്റർഡേ ക്ലോസ് കാണാം 21,583 ഫ്യൂച്ചറാണ്, കറണ്ട് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അതിനുശേഷം ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന്, അതായത് ഇന്നലെ 3:30 മാർക്കറ്റിൻ്റെ സ്പോട്ടിനോടൊപ്പം തന്നെ ക്ലോസ് ആയ ഫ്യൂച്ചർ ഇപ്പോൾ നിൽക്കുന്നത് 130 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡിലായിട്ടാണ്. അതായത് നമുക്ക് ഇന്ന് ഒരു 100 പോയിൻറ്റ് പ്ലസ് ആസ് ഓഫ് നൗ, ഇപ്പോഴത്തെ സമയം വെച്ചിട്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ, ഇപ്പോൾ നമുക്കറിയാം 7 മണിക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്, 7:00 നിങ്ങൾ കാണുന്നത്. 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇതുവരെ മീൻസ് 7 to 9:15 വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു +100ൻ്റെ ഒരു ഗ്യാപ്പ് അപ്പാണ്. ഇനി FISൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. FIS ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷൻ സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 33-ൽ നിന്ന് 38% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $6 ഉയർന്ന് $2034 എത്തി നിൽക്കുകയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നിക്കി, ജപ്പാൻ മാർക്കറ്റ് 581 പോയിൻറ്റിൻ്റെ ഒരു റാലി. കോസ്പി കൊറിയൻ മാർക്കറ്റ് റാലി. S&P AX 200 ഓസ്ട്രേലിയയാണ്, അത് ഏകദേശം ഒരു 1% റാലി. ഡാക്സ് കാണാം, അവസാനം ക്ലോസ് ആയപ്പോൾ +122 പോയിൻറ്റിൻ്റെ റാലി. ഫ്രാൻസ് മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. UK മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. റഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബിറ്റ്കോയിൻ $3000 ഉയർന്ന് 46,682. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും ഡോ ജോൺസ് കാണാം 216 പോയിൻറ്റിൻ്റെ റാലി. നാസ്ഡാക്ക് 300 പോയിൻ്റ് റാലി, 2.5% അടുത്ത്. US ഫിക്സ് 11.7 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് മികച്ച പ്രകടനം രേഖപ്പെടുത്തി 1.63%. വിപ്രോ ഫ്ലാറ്റ് ആയിരുന്നു. ICICI ബാങ്ക് റെഡിൽ ക്ലോസ് ചെയ്തു. റിലയൻസ് ഫ്ലാറ്റ് ആയിരുന്നു. ഡോക്ടർ റെഡ്ഡി 1%ൻ്റെ ഒരു ഫോള് ഉണ്ടാക്കി. US മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഈവൻ ഇന്ത്യയിലൊക്കെ 3.5% റാലി. നെറ്റ്ഫ്ലിക്സും 2.5% റാലി രേഖപ്പെടുത്തി. മികച്ച ഒരു ദിവസമായിട്ട് നാസ്ഡാക്ക് സ്റ്റോക്കുകൾക്ക് മാറി എന്നുള്ളതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, നിഫ്റ്റിയുടെയും കണ്ടിട്ടുള്ളതാണ്, ഇന്ന് എക്സ്പയറി ഉള്ള ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും കണ്ടിട്ടുള്ളതാണ്. രണ്ടും അഡ്ദമണി തൊട്ട് നിഫ്റ്റിയും ഫിനാൻഷ്യൽ നിഫ്റ്റി 50 പോയിൻ്റ് ഇൻ്റർവെല്ലിലുള്ള എല്ലാ കോളും ഹ്യൂജ് അഡീഷണൽ ഉണ്ടായിരുന്നു. PCR എല്ലാം തന്നെ 0.7 ആയിരുന്നു. കോൾ പുട്ട് റേഷ്യോ ആണ് PCR. കൂടാതെ തന്നെ കോൾ ഏകദേശം ഒരു 5 CR ആണെങ്കിൽ പുട്ട് ഏകദേശം ഒരു 3 CR ആണ്. അതീവ ബീറിഷായ രീതിയിലായിരുന്നു ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇന്ന് ഇതേ കോൾ ഷോർട്ട് ചെയ്ത ആളുകൾ ലോസ് ബുക്ക് ചെയ്ത് മാറുമ്പോൾ അതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. ഇനി ഇന്നത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് നോക്കാം. ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസ്. ആദ്യമായിട്ട് ബജാജ് ഓട്ടോയാണ്. കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 4000 കോടി രൂപയുടെ ഷെയർ ബൈബാക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെയറിന് 10,000 രൂപയാണ് ഷെയറിൻ്റെ വില കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 6,300 രൂപക്കാണ്. 43% കമ്പനിയുടെ ഷെയർ വർദ്ധിക്കുമെന്ന്, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് ബജാജ് ഓട്ടോ കമ്പനി കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ
ടെൻഡറോ ടെൻഡറാണ്. ടെൻഡർ മീൻസ് കമ്പനി മുൻപേ നിശ്ചയിച്ചിട്ടുള്ള പ്രൈസിൽ നമ്മളുടെ ഡിമാറ്റിൽ നിന്ന് വാങ്ങും. ടാറ്റ മോട്ടോഴ്സ് GLRനിലെ തന്നെ സെയിൽസ് 27% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനി ലാബ് കമ്പനിയാണ്. ഇവരുടെ ടോട്ടൽ ബിസിനസ് 12% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒറോമിൻഡോ ഫാർമ USFDAയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ഇവരുടെ തെലങ്കാനയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ. IRDA ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. BEML കമ്പനി മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് 400 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഭാരത് ഫോർജ് കമ്പനി 20,000 കോടി രൂപ ഇവരുടെ ബിസിനസ് അടുത്ത 2 വർഷം കൊണ്ട് ഉയരുമെന്ന് ബാബ കല്യാണി ഇവരുടെ ചെയർമാൻ ഇന്നലെ CNBC TV ആയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. സിപ്ല US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് റിയാലിറ്റി കമ്പനിയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് അവരൊരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. 3,400 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. IRM എനർജി കമ്പനി സമാനമായ രീതിയിൽ 900 കോടി രൂപ തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചു. ഓയിൽ ഇന്ത്യ കമ്പനി ഇവർ ആസാം പവർ ജനറേഷൻ കോർപ്പറേഷനായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. IRB ഇൻഫ്ര കമ്പനി ഇവരുടെ ടോൾ കളക്ഷൻ എല്ലാം തന്നെ 16% വർധനവ് ലാസ്റ്റ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് ഇയർ 77 കോടി, ഈ തവണ 90 കോടി. ലെമൺ ട്രീ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ്. ഉത്തർപ്രദേശിൽ ഇവരുടെ ഒരു പുതിയ ഹോട്ടൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദീപക് നൈട്രേറ്റ് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. ഇവർ ഡോയിൽ എന്ന കമ്പനിയിൽ 26% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഹിന്ദുജ ഗ്രൂപ്പ് 1,200 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അശോക് ലൈലാൻഡ് കമ്പനി ഇവർ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് സമാനമായ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1,200 കോടി രൂപയുടെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. റിസൾട്ട് കാലഘട്ടമാണ് വരുന്നത്. വിപ്രോയുടെയും ഇൻഫോസിസിൻ്റെയും HCL ടെക്കിൻ്റെയും TCSൻ്റെയും റിസൾട്ടാണ് ഈ വരുന്ന 11, 12 തീയതികളിലുള്ളത്. ഇപ്പോൾ റിസൾട്ട് കൂടാതെ തന്നെ IPO കൂടാതെ തന്നെ മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ ബാനായിട്ട് F&O ബാൻ, ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അത് ന്യൂസിൽ പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് വളരെയധികം കൂടും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ട്രേഡ് ബഡ്ഡിയാണ്. ബിസ്മേറ്റ് ട്രേഡിങ്ങിൽ ട്രേഡ് ബഡ്ഡി ടാബിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ബൈ ഓൾ.